പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങളുമായി കുര്യച്ചൻ മുന്നോട്ട് പോയിരിക്കുകയാണ്. എൽസ 1 കോടി രൂപ ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനം എടുത്തു എന്നുള്ള കാര്യം അറിയുന്നത് കുര്യച്ചനെയും ആലീസിനെയും ഞെട്ടിക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് അനാഥാലയത്തിലെ ആളുകൾ കുര്യച്ചന്റെ വീട്ടിലേക്ക് വരികയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തതിനെ തുടർന്ന് പൂർണ്ണ മനസ്സോടെയാണ് പൈസ നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യം കുര്യച്ചനും ആലീസും തുറന്നു പറയുന്നു. ഇതേ തുടർന്ന് എൽസ പൈസ കൈമാറുന്നു. എന്നാൽ എൽസ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയവർ വളരെ നല്ലവരാണ് എന്ന് അഭിപ്രായപ്പെടുന്ന കുര്യച്ചൻ കൂടെ വന്ന അലന്റെ കാര്യങ്ങൾ എൽസയോട് ചോദിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ആലീസ് എൽസയുടെയും അലന്റെയും വിവാഹം നടത്തിക്കൂടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രണയവും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന എൽസ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണ് എങ്കിൽ ഇവിടെ വന്ന് താൻ തന്നെ പറയുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം സേവ്യറെ ചെന്ന് കാണുന്ന സണ്ണി സ്വത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കാകുന്നുവെങ്കിലും സ്വത്തിൽ 1 രൂപ പോലും കൊടുക്കാൻ സേവ്യർ തയ്യാറാകുന്നില്ല. ഇതേ തുടർന്ന് താൻ ആരാണ് എന്ന് കാണിച്ചു തരാം എന്നുള്ള വെല്ലുവിളി ഉയർത്തുന്ന സണ്ണി അവിടെ നിന്ന് പോകുന്നു. സണ്ണിയുടെ ഈ പ്രവൃത്തികളെല്ലാം കാണാനിടയാകുന്ന ത്രേസ്യ സണ്ണിയെ ചെന്ന് ആശ്വസിപ്പിക്കുകയും സണ്ണി എന്തൊക്കെയായാലും അച്ഛനെതിരെ നീങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യം മറക്കരുത് എന്നും അന്ന് കുര്യച്ചനെ കൊല്ലുന്നതിനായി ശ്രമിച്ചില്ല എങ്കിൽ ഈ വിവാഹം അവർ തന്നെ മുന്നിട്ട് നിന്ന് നടത്തി തരുമായിരുന്നില്ലേ എന്ന് ത്രേസ്യ ചോദിക്കുകയും ചെയ്തത് സണ്ണിയെ ഞെട്ടിക്കുന്നു. എന്നാൽ ഇതേ സമയം ഒടുവിൽ മേരിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതിനായി ചാക്കോ തയ്യാറാവുകയും തന്റെ പഴയകാല കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്ന ചാക്കോ തന്നെ കസ്തൂരി പൈസ കൊടുത്തു വാങ്ങിയതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന മേരി കസ്തൂരിയെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വന്നുകൂടെ എന്ന് ചോദിക്കുകയും ഞങ്ങളുടെ വാടക വീട്ടിൽ താമസിക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് തുറന്നു പറയുന്ന ചാക്കോച്ചൻ അവിടെയെല്ലാം കസ്തൂരി അന്വേഷിച്ചു വരും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം കുര്യച്ചൻ നിർണായകമായ മറ്റൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും നീലാംബരി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കാമെന്ന തീരുമാനമെടുക്കുന്ന കുര്യച്ചൻ ഒടുവിൽ സാന്ദ്രയെ കാണുന്നതിനായി സാന്ദ്രയുടെ വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് സാന്ദ്രയോട് താൻ ചാക്കോ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കുര്യച്ചൻ എന്തായാലും ഇനി DNA ടെസ്റ്റ് കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ തെളിയിക്കാൻ സാധിക്കൂ എന്നും പക്ഷേ തനിക്ക് നേരിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് തന്നെ ചാക്കോയുടെ അമ്മയായ രാജലക്ഷ്മി മുൻകൈയെടുത്ത് മുന്നോട്ട് വരണമെന്നും എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കുന്ന കുര്യച്ചൻ അതിന് സാന്ദ്ര തന്നെ പറയണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ കേൾക്കുന്നത് സാന്ദ്രയെ ഞെട്ടിച്ചതിനെ തുടർന്ന് താനെന്തായാലും ഇതേപ്പറ്റി ഒന്ന് ചിന്തിക്കട്ടെ എന്ന് സാന്ദ്ര കുര്യച്ചനോട് പറയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.